ലോകകപ്പിന്റെ അധ്യായങ്ങളിൽ ഒരൊറ്റ കിരീടത്തിന്റെ ഓർമ്മയിൽ ദശകങ്ങളായി കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടരുണ്ട്. കാൽപന്തിന്റെ ഈറ്റില്ലമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇംഗ്ലണ്ട് 1966 സ്വന്തം മണ്ണിൽ ബോബി മുറിന്റെ നേതൃത്വത്തിൽ ജൂൾസ് റിമെ ട്രോഫി മുത്തമിട്ടതിനു ശേഷം ഇന്ന് വരെ ഒരു ലോകകപ്പ് കിരീടം ഇംഗ്ലണ്ടിലേക്ക് എത്തിയിട്ട് പോലുമില്ല. 2018 റഷ്യയിൽ സെമി ഫൈനൽ തോൽവിയും കഴിഞ്ഞ വർഷത്തിലെ യൂറോ കപ്പിലെ ഫൈനൽ നിരാശകളും ഇംഗ്ലണ്ട് ആരാധകരുടെ ഉള്ളിൽ ഇന്നും വിങ്ങുന്ന ഓർമ്മകളാണ്. എന്നാൽ ഇത്തവണ വടക്കേ അമേരിക്കയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കാൻ കച്ചമുറുക്കി തന്നെയാണ് തോമസ് തുഷേൽ എന്ന തന്ത്രശാലിയായ ജർമ്മൻ പരിശീലകന്റെ കീഴിൽ ത്രീ ലയൺസ് വണ്ടി കയറുന്നത്. തോമസ് തുഷേലിന്റെ 26 സ്ക്വാഡ് പ്രഖ്യാപനം സമ്മാനിച്ച മരവിപ്പ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ഫിൽ ഫോഡനും ചെൽസിയുടെ നട്ടെല്ലായ കോൾ പാൾമറും റയൽ മാഡ്രിഡിന്റെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡും പ്രതിരോധ താരം ഹാരി മഗ്വയറും തുടങ്ങി ലുക്ക് ഷോ, ജാക്ക് ഗ്രീലിഷ് എന്നിവർക്കും ഇത്തവണ ടീമിൽ ഇടമില്ല. ഗോൾ വല കാക്കാൻ എവർട്ടണിന്റെ വിശ്വസ്തമായ ജോർദാൻ പിക്ഫോർഡ് തന്നെയാണ്. മറ്റുള്ളവർ ക്രിസ്റ്റ്യൻ പാലസിന്റെ ഡീൻ ഹെൻഡേഴ്സണും മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം ജെയിംസ് ട്രാഫോർഡുമാണ്. പ്രതിരോധ കോട്ട കാക്കാൻ വമ്പൻ സ്രാവുകളെയാണ് തുഷേൽ അണിനിരത്തിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അജയനായ സ്റ്റോൺസും സിറ്റിയുടെ തന്നെ മാർക്ക് ഗുഹയും ചേരുന്ന സെൻട്രൽ ഡിഫൻസ് ഏത് കരുത്തുറ്റ അറ്റാക്കിനെയും തടയാൻ പോകുന്നതാണ്. ചെൽസിയുടെ റീസ് ജെയിംസ്, ന്യൂകാസിലിന്റെ കരുത്തൻ ഡാൻ ബേൺ, അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ എസ്രി കോൺസയും എന്നിവരും പ്രതിരോധത്തിന് കരുത്തു പകരുന്നു. ഇവരെ കൂടാതെ തന്നെ ന്യൂകാസിലിന്റെ ടിനോയും ബയർ ലെവർകൂസന്റെ ജാരൽ കോൺസോയും ടോട്ടനത്തിന്റെ ജഡ് സ്പെൻസും എന്നിവരും ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് ഡിഫൻസ് നിരയിലേക്ക് ലോക്ക് പൂട്ടാൻ സജ്ജമാണ്. മധ്യനിര പ്രതിഭകളാൽ സമ്പന്നമാണ്. റയൽ മാഡ്രിഡിന്റെ ജൂഡ് ബെല്ലിംഗാമും ആർസണലിന്റെ ഡെക്ലാൻ റൈസും ചേരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ മധ്യനിരക്ക് രാജകീയമായ പ്രൗഢിയാണ്. ഇവർക്കൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വണ്ടർ കിഡ് കോബി മൈനുവും കൂടെ ചേരുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ ബ്രെൻഫോർഡിന്റെ ജോർദാൻ ഹെൻഡേഴ്സണും ആർസണലിന്റെ എബരജി എസയും അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ എലിയറ്റ് ആൻഡേഴ്സണും ആസ്റ്റൺ വില്ലയുടെ മോർഗണും എന്നിവരും കൂടുമ്പോൾ കളി നിയന്ത്രിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും മിഡ്ഫീൽഡിന് സ്വന്തമാണ്. ലെഫ്റ്റ് ബാക്കായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിമെനയാൻ കെൽപ്പുള്ള യുവതാരം നിക്കോ റൈലിയെ പരിശീലകൻ തോമസ് തുഷേൽ എങ്ങനെ ഉപയോഗിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ഏത് ലോകോത്തര പ്രതിരോധ നിരയുടെയും ഉറക്കം കെടുത്താൻ കെൽപ്പുള്ള ഒരു അറ്റാക്കിംഗ് നിരയാണ് ഇംഗ്ലണ്ടിൻ്റെത്. ജർമ്മൻ മണ്ണിൽ ഗോളുകൾ അടിച്ചുകൂട്ടി ശീലിച്ച ബയൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ തന്നെയാണ് ഇംഗ്ലീഷ് പടയുടെ കുന്തമുനയും നായകനും. കെയ്നിന്റെ ഇരുവശങ്ങളുമായി ആർസണലിന്റെ ചാട്ടുള്ളി ബുക്കോയോ സാക്കയും ബാർസയിൽ തന്റെ പീക്ക് ഫോമിൽ നിറഞ്ഞാടുന്ന മാർക്കസ് റാഷ്ഫോർഡും അണിനിരക്കുമ്പോൾ ഇംഗ്ലീഷ് അറ്റാക്കിന്റെ മൂർച്ച ഇരട്ടിയാകുമെന്നുറപ്പാണ്. ഈ ത്രിമൂർത്തികൾക്ക് പുറമെ സൗദി ക്ലബ്ബ് അൽ അഹ്ലിയുടെ എവൻ ടോണിയും ആസ്റ്റൺ വില്ലയുടെ ഒലി വാട്കിൻസും അതുപോലെ തന്നെ ആന്റണി ഗോർഡൻ, നോനി മഡുഗ എന്നിവരും പകരക്കാരുടെ വേഷത്തിൽ ബെഞ്ചിലുണ്ടാകും. 1964 ആ ഒരൊറ്റ കിരീടത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഇംഗ്ലണ്ടിന് ലോകകപ്പ് ചരിത്രത്തിൽ വലിയ നിരാശകളുടെ കഥകളാണ് പറയാനുള്ളത്. ഗാരി ലിനേക്കറും അതുപോലെ തന്നെ അലൻ ഷീയറും ഡേവിഡ് ബെക്കാമും വെയിൻ റൂണിയും ഉൾപ്പെട്ട സുവർണ തലമുറക്ക് പോലും സാധിക്കാതെ പോയത് നേടിയെടുക്കുക എന്ന കടുത്ത വെല്ലുവിളിയാണ് ഈ പുതിയ നിരക്ക് മുന്നിലുള്ളത്. ടാക്ടിക്കൽ മാസ്റ്ററായ തോമസ് തുഷേലിന്റെ തന്ത്രങ്ങളും കളിമുറ്റത്തെ താരാളിത്യവും ഒത്തുചേരുമ്പോൾ 60 വർഷത്തെ ആ കാത്തിരിപ്പിന് വിരാമമിടാൻ ഇംഗ്ലണ്ടിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.